ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു റെട്രോ കഥ പറയാം. റെട്രോ കഥ പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള കഥയാണ്. ഒരു 90s 95 96 ആ സമയത്തൊരു കഥ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ സ്വന്തമാക്കായിരുന്നു. പക്ഷെ അന്ന് ഫിലിം ക്യാമറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അന്ന് ഫിലിമിലാണ് ക്യാമറ, നമുക്ക് ഫോണില്ല, അതില്ല. ക്യാമറ ഒരു ക്രൈസാണ്. ക്യാമറ, വാച്ച്, വാക്ക്മാൻ, അതൊക്കെ അല്ലേ അന്ന് ട്രെൻഡ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എവിടുന്നോ കിട്ടി ഇങ്ങനത്തെ ഒരു ക്രൈസ്, ഒരു ക്യാമറ വേണമെന്ന്. പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു എൻ്റെ ഫാദറും കുടുംബമെല്ലാം. അപ്പോൾ അത് കിട്ടൂലായിരുന്നു. പക്ഷേ അന്നത്തെ നമ്മൾ ചെറുപ്പമായതുകൊണ്ട് നമുക്കത് അറിയില്ല കിട്ടുമല്ലേ ഒന്നും. അങ്ങനെ ഞാൻ എൻ്റെ ഫാദറിനെ വളരെ പ്രഷർ ചെയ്തു. ഒന്ന് വീട്ടിൽ കുടുംബക്കാർ അന്ന് ഗൾഫിലുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം അത് അന്ന് നമുക്കറിയില്ലല്ലോ അത് നടക്കില്ല. അങ്ങനെ എനിക്ക് ക്രൈസ് കുടുങ്ങിയ ഒരു ക്യാമറ ഉണ്ട്. അത് ഞാൻ എവിടുന്നാണ് കണ്ടതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിൻ്റെ രൂപം, ബ്രാൻഡൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്നാണോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ പിക്ചറും ഇതെല്ലാം അന്ന് എടുത്തു വെക്കും, ഈ നമ്മളുടെ പരസ്യമെല്ലാം വരുന്നതില്ലേ. അങ്ങനെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, ഒന്നും നടന്നില്ല. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇന്നലെ ഞാൻ യാദൃശ്ചികമായിട്ട് ഒരു ഷോപ്പിൽ, ഒരു പഴയ സാധനങ്ങളൊക്കെ നോക്കുന്ന ഷോപ്പിൽ ചെന്നപ്പോൾ സെയിം ക്യാമറ അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ കാലത്തിൻ്റെ എന്താ തേജാവോ അങ്ങനെ, പിന്നെ അതുപോലെ മാനിഫെസ്റ്റേഷൻ, അത് ഇത് എന്നൊക്കെ നമ്മളെ പുതിയ ടീംസ് തള്ളിവിടുന്ന, അല്ല നമ്മളെ മോട്ടിവേഷൻ ടീംസ് തള്ളിവിടുന്ന പോലെ എന്തോ ഈ സാധനം എൻ്റെ കയ്യിൽ വരാൻ ഒരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ ഈ എന്താ മെറ്റാഫിസിക്സോ എന്തോ പറയില്ലേ, അതായത് ഒരു സാധനം നമ്മൾ വളരെ ഭീകരമായി നമ്മളതിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ അതിനുവേണ്ടി ഗൂഢാലോചന നടത്തും നമ്മളെ കയ്യിലെത്തിക്കാൻ. അതുപോലെ ഗൂഢാലോചന നടന്നതാ തോന്നുന്നു. എനിക്ക് സംഭവം കിട്ടി. ഇതിൽ ഫിലിം ഇട്ട് നോക്കിയില്ല. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോമഡി കാണിച്ചു തരാം. ഈ ബാറ്ററിയുടെ നമ്പർ 123. ഇത് പഴയ ഫോണിലെല്ലാം, പഴയ ഇതിലെല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഇത് ഈ ബാറ്ററി പോലും ഇതിൽ എനിക്കിതാണെന്ന് അറിയാം. പക്ഷേ യാദൃശ്ചികമായി ഞാൻ പ്രാവശ്യം ഇവിടെ ദുബായിലൊരു മദീന സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ക്യാഷിയറിൻ്റെ അടുത്തുണ്ട് ഈ ബാറ്ററി ഇരിക്കണം. അപ്പോൾ ഞാൻ അന്ന് വെറുതെ ആ ബാറ്ററി വാങ്ങി. എനിക്കന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ ഇത് വാങ്ങുന്നത്, കാരണം ഇതിന് കുറച്ച് റേറ്റും ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു ബാറ്ററി വാങ്ങി. അതുപോലെ എൻ്റെ കയ്യിൽ 3 റോള് ഫിലിം ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ഫിലിം ക്യാമറ ഞാൻ ഒപ്പിക്കുന്നില്ല. ഞാൻ